അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ കൂടെ വരൂ, ഗുരുവായൂർ പോവാലോ എന്ന്. എന്താ കാര്യം എന്നറിയണ്ടേ? ഒരനുഭവമാണേ. അനുഭവങ്ങൾ ഒരുപാട് അയച്ചു തരുന്നുണ്ടല്ലോ എല്ലാവരും. കുറേ ആളുകൾ അയച്ചു തരുന്നുണ്ട്. ചിലതൊക്കെ ഞാൻ പറയാൻ വിട്ടു പോകുന്നുണ്ട്. ഞാനതാണ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. നിങ്ങളെന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ചിലർ ഓർമ്മിപ്പിച്ച് ഓർമ്മിച്ച് മതിയാവും. ചിലർ ഓർമ്മിപ്പിച്ച് പെട്ടെന്ന് തന്നെ പറയും. അങ്ങനെയൊക്കെ പോവുകയാണ്. ആരോടും മനഃപൂർവ്വം യാതൊരു വിരോധവും ഉണ്ടായിട്ടല്ല. ബുദ്ധിമുട്ടായിരുന്നതും ക്ഷമിക്കുക കേട്ടോ. അപ്പം കേൾക്കാം. ഹരേ കൃഷ്ണ. എൻ്റെ ഒരു അനുഭവം അറിയിക്കട്ടെ. ആരാണെന്ന് പേര് പറഞ്ഞില്ല. 3 വർഷം കഴിഞ്ഞു. വീട്ടിൽ ആരുമില്ല. ഞാനും ഹസ്ബൻഡും മാത്രം. 2 ആൺമക്കളാണേ. അവർ ജോലി സ്ഥലത്താണ്. അവരുടെ ഭാര്യമാർ വെക്കേഷൻ ആയപ്പോൾ അവരുടെ വീട്ടിലേക്ക് പോയി. അങ്ങനെ ഞാനും ഹസ്ബൻഡും മാത്രമായി. ഹസ്ബൻഡ് ജോലിക്ക് പോകും, ഞാൻ മാത്രം വീട്ടിൽ. എനിക്ക് കുറേ ദിവസമായി ഭക്ഷണം കഴിക്കാനൊന്നും താല്പര്യമില്ല. ഞാൻ ആരോടും പറഞ്ഞില്ല കേട്ടോ. ഞാനൊരു കൃഷ്ണഭക്തയാണ്. രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കും. വീട് ശുദ്ധി വരുത്തും, കുളിക്കും, പൂജാ റൂമിൽ കയറും, വിളക്ക് കൊളുത്തി തുളസി പറിച്ച് കൃഷ്ണന്റെ പാദത്തിൽ സമർപ്പിക്കും, പ്രാർത്ഥിക്കും. കൃഷ്ണ, എന്നെ പരീക്ഷിക്കല്ലേ, ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല, ചോറ് വാർത്ത വെള്ളം മാത്രം കുടിച്ച് ജീവിതം മുന്നോട്ട് പോവുകയാണ്. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എൻ്റെ ഭഗവാന് മാത്രമേ അറിയൂ എനിക്ക് എന്താണെന്ന്. കണ്ണാ, അങ്ങനെ വെക്കേഷൻ കഴിഞ്ഞു. മക്കൾ നാട്ടിൽ നിന്നും വന്നു. എല്ലാവരും എന്നോട് ചോദിച്ചു, അമ്മയ്ക്ക് എന്ത് പറ്റി, ക്ഷീണമാണല്ലോ. ഒരു ഗസ്റ്റും അവരുടെ കൂടെ വന്നിരുന്നു. അവരും ചോദിച്ചു, എന്താണ് ക്ഷീണം, എന്താണ്? ഞാൻ പറഞ്ഞു, മോഷൻ തീരെയില്ല, ഭക്ഷണവും വേണ്ട, പൈൽസിന് മരുന്ന് കഴിച്ചു, ശരിയായില്ല, വിശപ്പില്ല. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, എൻ്റെ ജ്യേഷ്ഠൻ ഒരു മരുന്ന് കഴിക്കുന്നുണ്ട്, അത് വാങ്ങി കഴിച്ചു നോക്കൂ, ശരിയാവുമെന്ന്. ഞാൻ പറഞ്ഞു, ശരി നോക്കാം. അവർ തന്ന ആ മരുന്നും എനിക്ക് വാങ്ങി തന്നിട്ട് നാട്ടിലേക്ക് പോയി. അടുത്ത ദിവസം ഞാൻ മരുന്ന് കഴിച്ചിട്ടോ, നല്ലവണ്ണം മോഷനായി. ഞാൻ സന്തോഷത്തോടെ അവരെ വിളിച്ചു പറഞ്ഞു. പക്ഷേ അടുത്ത ദിവസം എനിക്ക് ശക്തിയായ ബ്ലീഡിങ് തുടങ്ങി. കുളി കഴിഞ്ഞ് പൂജാ റൂമിൽ കയറി വിളക്ക് വെച്ചു. അവിടെ ഇരുന്ന് സഹസ്രനാമവും ലളിതാ സഹസ്രനാമവും വിഷ്ണു സഹസ്രനാമവും വായിച്ചു. ഭഗവാനെ വിളിച്ചു. എനിക്ക് വല്ലാത്ത ക്ഷീണമുണ്ട് കൃഷ്ണ, എന്നെ പരീക്ഷിക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ നിന്നും വളരെ കഷ്ടപ്പെട്ട് എഴുന്നേറ്റ് പുറത്തേക്ക് വന്നു. എനിക്ക് തലചുറ്റുന്നു. ഹസ്ബൻഡിനെ വിളിച്ചു. അവർ മുകളിൽ നിന്നും താഴേക്ക് വന്ന് വിവരം പറഞ്ഞു. അവർ മോനെ വിളിച്ചു. എല്ലാ കാര്യവും പറഞ്ഞു. മോൻ പറഞ്ഞു, ഞാൻ നാളെ തന്നെ എത്താം, ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് ബുക്ക് ചെയ്യൂ. മക്കൾ വന്നു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി, ഡോക്ടറെ കണ്ടു, ടെസ്റ്റ് ചെയ്തു. അവർ പറഞ്ഞു, പൈൽസ് അല്ല, കോളനോസ്കോപ്പി ചെയ്താലേ അറിയാൻ പറ്റുകയുള്ളൂ. അടുത്ത ദിവസം പോയി അത് ചെയ്തു. റിസൾട്ട് കിട്ടി. ഗുരുതരമാണ്. കുടലിൽ അടഞ്ഞു കിടക്കുന്ന മുഴയുണ്ട്. ഉടൻ സർജറി ചെയ്തെടുത്ത് ടെസ്റ്റിന് അയക്കണം. അടുത്ത ദിവസം തന്നെ അഡ്മിറ്റായി. അടുത്ത ദിവസം സർജറി കഴിഞ്ഞു. 3 ദിവസം ഓർമ്മയില്ലാതെ ഐസിയുവിൽ കിടന്നു. വലതുഭാഗം വയർ വഴി പുറത്തേക്ക് വെച്ചു, ബാഗ് വെച്ചു. ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നു. മാരകരോഗം. എന്തു ചെയ്യും? ഞാൻ എൻ്റെ ഭഗവാനോട് പറഞ്ഞതാണ് സർജറിക്ക് കയറിക്കിടന്നത്. ഭഗവാൻ കൂടെ തന്നെ ഓടക്കുഴൽ ഊതിക്കൊണ്ട് അടുത്തു തന്നെ ഉണ്ടായിരുന്നു. നല്ല ധൈര്യം കിട്ടി. 3-ാം ദിവസം കുറച്ച് ഓർമ്മ കിട്ടിയപ്പോൾ ഡോക്ടറോട് മക്കളോട് പറഞ്ഞു, അമ്മയെ പോയി കണ്ട് വിളിച്ചു നോക്കൂ എന്ന്. അവരടുത്ത് വന്ന് വിളിച്ചു. ഞാൻ മെല്ലെ കണ്ണു തുറന്നു. ഞാൻ എവിടെയോ റൂമിലായിരുന്നു. കൃഷ്ണ എന്ന് പറഞ്ഞു. അങ്ങനെ 13-ാമത്തെ ദിവസം വീട്ടിൽ വന്നു. 2 വർഷം കിടപ്പിൽ. അങ്ങനെ ഞാൻ ഗുരുവായൂരിൽ വന്ന് കൃഷ്ണനെ കാണാമെന്ന് പ്രാർത്ഥിച്ചിരുന്നു. യാത്രയ്ക്ക് പ്രയാസമായിരുന്നു. എല്ലാ ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞ് ഗുരുവായൂർ പോകണമെന്ന് പറയുമായിരുന്നു. പ്രാർത്ഥനയുണ്ട്. അമ്മയ്ക്ക് അത്ര ദൂരം യാത്ര ചെയ്യാനായിട്ടില്ല എന്ന് പറയും. ബോഡി വീക്കാണല്ലോ, പോകാം. അങ്ങനെ കഴിഞ്ഞ മാസം എൻ്റെ വേണ്ടപ്പെട്ട ഒരു ബന്ധു മരിച്ചു. ഞാൻ അവരോട് പറയുമായിരുന്നു ഗുരുവായൂരിൽ പോയി തൊഴണമെന്ന്. അപ്പോൾ അവർ പറയും, കൃഷ്ണൻ വിളിക്കും, അതിനൊരു കാരണവും ഉണ്ടാവും, അപ്പോൾ പോകാമെന്ന്. അവർക്ക് ശ്വാസം മുട്ടായിരുന്നു. കഴിഞ്ഞ മാസം അവർ എന്നെ വിട്ടുപോയിട്ടോ. എനിക്ക് അവരെ കാണണമെന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു. അപ്പോൾ എനിക്ക് പോകാൻ സാധിച്ചു. അവിടെ എൻ്റെ റിലേഷനിൽ ഒരാൾ വന്നിരുന്നു. അവരെന്നോട് പറഞ്ഞു, ഞങ്ങളുടെ കൂടെ വരൂ, കുറച്ച് ദിവസം അവിടെ ഇരിക്കാം, ഗുരുവായൂരിൽ പോകാൻ പ്രാർത്ഥനയുണ്ടല്ലോ, ഞങ്ങൾ കൊണ്ടുപോകാം. ഇത് കേട്ടപ്പോൾ ഹസ്ബൻഡിനോട് അനുവാദം വാങ്ങി ഞാൻ പോയി. ഗുരുവായൂരിൽ പോയി തൊഴുതു. ഭഗവാനെ കണ്ട് കണ്ണ് നിറഞ്ഞുപോയി. പ്രസാദം ഊട്ട് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു. എന്നെ കൈപിടിച്ചുയർത്തിയ കണ്ണനെ എനിക്ക് ഇനിയും കാണണം. ഇപ്പോൾ ഞാൻ ശരിയായി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഹരേ കൃഷ്ണ. എന്താ കഥ അല്ലേ? ഇതിനിടയ്ക്ക് അസുഖം വന്ന ആ ഒരു സീനുണ്ടല്ലോ, അത് വല്ലാതെ മനസ്സിൽ തട്ടൂലേ? ഒരു ജീവിതം മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒറ്റയടിക്ക് അട്ടിമറിക്കുക എന്നൊക്കെ പറയില്ലേ, അതാണ് സംഭവിക്കുക. പിന്നെ നമുക്ക് രക്ഷയായിട്ട് പിടിക്കാൻ ഭഗവാൻ മാത്രമേ ഉള്ളൂ. ഭഗവാന്റെ കൈ ശക്തമായിട്ട് പിടിക്കുക, പ്രാർത്ഥിക്കുക. ഭഗവാന് മാത്രമേ നമ്മളെ രക്ഷിക്കാൻ പറ്റുള്ളൂ. ഭഗവാനിലൂടെ ഡോക്ടർമാരായിട്ട് നമ്മളുടെ അടുത്തേക്ക് ഭഗവാൻ അയക്കുന്ന ദൂതരാണല്ലേ അവരൊക്കെ. ഇവർക്ക് വേണ്ട ചികിത്സയും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാം കൂടെ ആവുമ്പം നമ്മുടെ മനസ്സിനൊരു ശക്തി കിട്ടും. ഭഗവാനെ കൂടുതൽ കൂടുതൽ ആശ്രയിച്ച് ഭഗവാന്റെ കൈ ചേർത്ത് പിടിച്ചാൽ, പ്രത്യേകിച്ച്
പ്രത്യേകിച്ചും ഇത്തരം അവസരങ്ങളിൽ ഒന്നും പറയാനില്ല. വളരെ ഇമോഷണലായിട്ട് മനസ്സിൽ തട്ടിയൊരു അനുഭവമാണ്. എല്ലാവരിലേക്ക് എത്തിക്കുക. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം. ദിവസവും നമ്മൾ കൃഷ്ണവിഗ്രഹ സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട്. ഹരേ കൃഷ്ണ.